ഹലോ ഗൈസ്, NS200 യൂസർ എടുക്കാൻ പ്ലാൻ ഉള്ളവർക്കുള്ള വീഡിയോ ഉണ്ടത്. ഇതിനെ വേണമെങ്കിൽ എൻ്റെ 8 വർഷത്തെ യൂസർ റിവ്യൂ ഒന്നും വേണമെങ്കിൽ പറയാം. 2018 ഞാൻ ഈ വണ്ടി വാങ്ങുമ്പോൾ ഞാൻ ഏകദേശം 1,30,000 കൊടുത്തിട്ട് അന്ന് തന്നെ കുറേ പേര് കുറ്റപ്പെടുത്തിയാണ് എന്തുകൊണ്ട് ബുള്ളറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. പണം തിന്നണ വണ്ടിയാന്ന് പറഞ്ഞിട്ട് വീട്ടുകാരും കുറേ കുറ്റപ്പെടുത്തി ഈ വണ്ടീനെ പറ്റി. കാരണം ഇതിന് വന്നിട്ടുള്ള മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നിസ്സാര പണികളല്ല ഇതിൽ വന്നിട്ടുള്ളത്. സാധാരണ ആർക്കും വരാത്ത പണികളായിരുന്നു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഹെഡ്ലൈറ്റും 4 ഇൻഡിക്കേറ്ററും ആദ്യം തന്നെ പോയി. വണ്ടിയുടെ കോൺസെപ്റ്റ് ഇടയ്ക്കിടയ്ക്കായിട്ട് പോയി. ഡിസ്കും മാറി, അതോടൊപ്പം തന്നെ കൂട്ടുകാരൻ്റെ കയ്യിലിരിപ്പ് കാരണം ആ കാലിബർ അങ്ങോട്ട് മാറി. പിന്നെ നേരാക്കാന്ന് പറഞ്ഞ് ചെറിയ പണി ചെയ്യണതിന് പകരം വലിയ പണിയായിട്ട് മാസ്റ്റർ സിലിണ്ടറും മാറി. റേഡിയേറ്ററിൻ്റെ റിസർവോയറിൽ നിന്ന് ലീക്ക് കണ്ടപ്പോൾ അതും മാറി. ടയർ ഫുള്ള് വൺ സൈഡ് ചെത്തി പോകണം കണ്ടപ്പോൾ കൂട്ടുകാരൻ്റെ ഉപദേശം കേട്ടിട്ട് ഷോക്ക് അബ്സറും മാറി. മഴയും വെയിലും കൊണ്ടിരിക്കുന്ന എൻ്റെ വണ്ടിയുടെ ഡിസ്പ്ലേയും പോയി. എന്നിട്ട് ലാസ്റ്റ് പോളറൈസർ ഫിലിമും മാറ്റേണ്ടി വന്നു. പെട്രോൾ ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം പോകാനായിട്ട് ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് ബ്ലോക്കായി, അതിൽ വെള്ളം കയറി, അത് തുരുമ്പിച്ച് ഓട്ടയിട്ട് പിന്നെ കയറുന്ന വെള്ളം മൊത്തം പെട്രോളായിട്ട് മിക്സായി. ആ മിക്സായ വെള്ളം കാർബറേറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് കാർബറേറ്റർ അടിച്ചു പോയിട്ട് ഞാൻ കാർബറേറ്ററും മാറി. എന്നിട്ടും എന്തുകൊണ്ട് ഈ വണ്ടീനെ ഞാൻ ഇത്ര ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഹൈവേയിലും മറ്റും ഇവൻ തരുന്ന പെർഫോമൻസ്, മൈലേജ്, കൺട്രോള് എല്ലാം ഒരു രക്ഷയില്ല മോനെ. കൊതിപ്പിക്കും. സെയിൽ ചെയ്യാന്ന് വിചാരിച്ചാൽ തന്നെ നമ്മൾ ഈ വണ്ടി ഒന്ന് ഒരു റൗണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി നമുക്ക് സെയിൽ ചെയ്യാനുള്ള മനസ്സ് വരില്ല. പൊള്ളി ഫീല്, പൊള്ളി വൈബ്. ഇപ്പോഴും സ്റ്റിൽ അവൻ അടിപൊളിയാണ്. വൈബ്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, കംപ്ലൈൻറ്റ്സ് ഉണ്ട്, എന്നാലും ഒരു രക്ഷയില്ല.